you by the fire. Listen, listen. There's something I must confide. Wow. Juicy ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് കേക്കിനെക്കാളും കൂടുതൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മറ്റേ സംഭവം ഡേറ്റ്സ് നമ്മളെ പ്ലം കേക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്ലം കേക്ക് ഇങ്ങനെ ഒരു കടിയും കഴിച്ചിട്ട് നമ്മളെ വായു ഭയങ്കരമായ രണ്ടിനും കൂടെ എഫക്ട് നമ്മൾ എടുത്തത് എഫക്ട് അടിപൊളി സാധനമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഡെഫിനറ്റ് ആയിട്ടും പ്ലം കേക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിന്റെ ക്രിസ്മസ് ഒക്കെ ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ടിപ്സ് ഒന്നും അല്ല പറയാൻ വേണ്ടി പോകുന്നത്, നമ്മളൊരു കുക്കിംഗ് ആയിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരു കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക്, ക്രിസ്മസ് എസെൻഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്ക് ആണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ചീനച്ചട്ടിക്കകത്ത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലം കേക്ക് ആയിരിക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കഴിച്ചത് നമ്മൾ ഇന്ന് തന്നെ കുക്ക് ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ മുറിച്ച് നോക്കാം. കാരണം നമ്മൾ മിക്ക ഫുഡുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തായാലും കേക്കിന്റെ കേസിലോട്ട് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്ലം കേക്കിന്റെ കേസിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ മുറിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ രാവിലെ ആയിരിക്കും മുറിച്ച് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ പ്ലം കേക്കിന്റെ ബേക്കിങ്ങിലേക്ക് പോയേക്കാം. അപ്പോൾ ഈ സാധനം തന്നെ നമ്മൾ സ്റ്റവ് ഓണാക്കി. സ്റ്റവ് ഓണാക്കിയിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്ത് അത് പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൊടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇത്രത്തോളം എമൗണ്ടിൽ വരും. ഓക്കെ ഫ്രണ്ട്സ്, അത് നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അതൊന്ന് ഒത്തിരി അങ്ങ് ഡാർക്ക് ആക്കണ്ട. ഒരു തവിട്ട് കളറായി കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് ഒരൊറ്റ കപ്പ് വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര എടുത്ത് അതേ ആ ഒരു അളവിലുള്ള തന്നെ ഉള്ള വെള്ളമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിയുമ്പോഴത്തേനും ഇത് ഏകദേശം എന്താ ഇത് കണ്ടോ, ഈ ഒരു അളവിൽ ഇത് കണ്ടോ, ഇങ്ങനൊരു സംഭവമൊക്കെ വരും. കട്ടി പിടിച്ച് വരും. കുഴപ്പമൊന്നുമില്ല, അത് സാധനം പോയതൊന്നുമല്ല. അത് ഒന്നുകൂടെ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു അളവിൽ നൈസായിട്ട് സംഭവം വന്നോളും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റിലോട്ട് പോകുന്നത്. ഗൈസ്, അടുത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്ന ഓയിലാണ്. നമ്മൾ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതായത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉണക്കമുന്തിരി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിം ഇട്ട് നമ്മൾ ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തണുക്കാനും കൂടെ വെക്കണം. ആ തണുക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് വേണം നമുക്ക് നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. 1.5 കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ കറുവപ്പട്ടയാണ്, നമ്മുടെ സിനമോൺ പൗഡർ എന്ന് പറയുന്നത്, അത് ഒരൊറ്റ ടീസ്പൂൺ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതിക്കയുടെ കുരു, അകത്തുള്ള കുരു ഇല്ല, അത് പൊടിച്ചാണ് ചേർക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാമ്പു കുറച്ച് ചേർത്താൽ മതി, ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി, ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് അതും ചേർക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ നമ്മളൊരു 1.25 ടീസ്പൂണാണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്. 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് എന്ത് പറയുക ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയുടെ മുകളിലോട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് വന്നാലേ ഉള്ളൂ നമുക്ക് നല്ല നേരിയ പൊടിയായിട്ട് കിട്ടത്തുള്ളൂ. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ ഇത് ശരിക്കും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ മുകളിൽ വന്നോളും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നന്നായിട്ട് അരിച്ച് കഴിയുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആവും. നല്ല രീതിയിൽ ഇത് കുറേ സാധനം ആഡ് ചെയ്തിട്ടുള്ളത് ഇതുണ്ട്. ഇപ്പം നല്ല മിക്സ് ആയിട്ട് നല്ല നേരിയ പൊടിയായിട്ട് എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി ഇവിടെ പഞ്ചസാരയൊക്കെ വലിച്ചെടുത്ത് സെറ്റായി. ആ ഒരു അളവിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് ഇതുണ്ട് നമ്മുടെ നട്ട്സ് ആഡ് ചെയ്തു. നട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കശുവണ്ടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈന്തപ്പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ഒരു 1/2 കപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നട്ട്സും കൂടെ നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർക്കുക. ഒരു 2 മുട്ട സെയിം സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് അടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. ചൂടായിരിക്കുമ്പോൾ ഒഴിക്കരുതെന്ന് പറയാൻ കാരണം മുട്ടയും കൂടെ പൊരിഞ്ഞ് അതായത് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞ് മുട്ടയും കൂടെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ചെല്ലുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മാവ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ല പതുക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ വലിച്ചെടുത്തിട്ട് നല്ലൊരു കേക്കിൻ്റെ ആ ഒരു മിശ്രിതത്തിൻ്റെ ലെവലിലോട്ട് വരുന്നവരെ നിങ്ങൾ നല്ലപോലെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടോ ഈ ഒരു സെറ്റപ്പിലോട്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു കേക്കിൻ്റെ കിടിലം ബാറ്റർ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി തിക്കായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നൈസായിട്ട് ഈ ഒരു പരുവത്തിലാക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു
പാത്രം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് ബട്ടർ പേപ്പറാണ്, അത് അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ബാറ്റർ എടുത്തിട്ട് മേലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളിവിടെ ഓവൻ ഒന്നും വെച്ചല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചു. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തേപ്പോട്ടൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡില്ല, ആ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മുടെ ഈ ബാറ്റർ വെച്ചേക്കുന്ന പാത്രം വെക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സൈഡൊന്ന് നിങ്ങൾ ചീനച്ചട്ടിയിൽ ടച്ച് ചെയ്തിരിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ കുക്കാകാനായിട്ട് നന്നായിട്ട് ബേക്ക് ആകാനായിട്ട് അതിൻ്റെ മേളിൽ ഒരു അടപ്പ് പാത്രം വെച്ച് നമ്മൾ അടച്ചു വെച്ചു. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വന്നേക്കുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 രൂപയോളം നമുക്ക് ഇതിന് ചിലവ് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും നല്ലൊരു കിടിലം നട്ട്സും എല്ലാം ഇട്ടുണ്ടാക്കാനായിട്ട് 300 രൂപ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞങ്ങളിത് മുറിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേളിലുള്ള ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് കളയണം. അപ്പോൾ എന്തായാലും നമുക്കറിയാം കുക്കിങ്ങിൻ്റെ കേസിൽ നമുക്ക് 300 രൂപ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് കുക്കിംഗ് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ 1.5 to 2 മണിക്കൂർ, നിങ്ങൾ അത്രയൊക്കെ നേരം വെക്കുക. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ നിങ്ങൾ അതിനകത്ത് സ്ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നിങ്ങൾ ഈ സാധനം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് നമ്മുടെ എമൗണ്ടിനും അനുസരിച്ചൊക്കെ ഇരിക്കും. കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ്. ഞങ്ങൾ മുറിച്ച് കാണിച്ചതിന്റെ വീഡിയോ ഫുട്ടേജ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇതിന്റെ അകത്തെ ടെക്സ്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് അതിന്റെ നമ്മളെ ആ കിസ്മിസ് അല്ല നമ്മുടെ ഉണക്കമുന്തിരി ഒക്കെ ഇട്ട് നമ്മൾ കാണിച്ചു തന്നായിരുന്നല്ലോ, ആ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും ഒക്കെ അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കിടിലൻ ടെക്സ്ചറിലാണ് നമുക്ക് നമ്മുടെ പ്ലം കേക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ കളർ നോക്കിയാൽ നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ ചീനിച്ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കളർ വരത്തില്ല. നിങ്ങൾ വേറെ കുക്കിംഗ് ചാനലിലൊക്കെ നോക്കിയാൽ ഇത്രയും കളർ വരത്തില്ല. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ ഓവൻ്റെ അകത്തൊക്കെ വെച്ച് ഉണ്ടാക്കിയത് നല്ല ഡാർക്ക് ആയിട്ട് നല്ല നമ്മുടെ പ്ലം കേക്കിന്റെ ആ ഡാർക്ക്നെസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മള് മസാലകളുടെ ആ ഒരു സ്മെല്ലൊക്കെ ആ ഒരു ഫ്രേഗ്രൻസ് ഉണ്ടല്ലോ, അത് നല്ല കിടിലമായിട്ട് ആ പ്ലം കേക്കിന്റെ ഒരു ഫ്രേഗ്രൻസ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മളെ പഞ്ചസാര ശരിക്കും ഉരുക്കി ചേർത്ത് ആ കാരമലൈസ് ചെയ്തതിനൊക്കെയാണ് ഈ കളറൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ല ഇത്രയും കളറൊന്നും വരത്തില്ല നമുക്കപ്പോ എന്തുകൊണ്ടാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയണ്ട, ടേസ്റ്റ് പറയേണ്ട കാര്യമില്ല. പ്ലം കേക്കിന്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് പറയുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല കട്ടിയുള്ള പ്ലം കേക്ക്. നമ്മുടെ മറ്റേ വെലൈറ്റിന്റെ ഒക്കെ പ്ലം കേക്കില്ലേ, അതിന്റെ ആ ഒരു കയ്പൊക്കെ വന്നിട്ടുണ്ട്. കയ്പ് എങ്ങനെയായിരിക്കും ആ പഞ്ചസാരയുടെ ആയിരിക്കും. നമ്മളെന്താ പറയാ, ഇതുവരെ പുറത്തുനിന്ന് ഇത്രയും കിടിലൻ ടേസ്റ്റ് ഉള്ള ഒരു പ്ലം കേക്ക് ഇതുവരെ മേടിച്ച് നമ്മൾ കഴിച്ചിട്ടില്ല. കാരണം നമ്മളിതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന സാധനം തന്നെ നമ്മൾ പുറത്തുനിന്ന് കേക്ക് മേടിക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണ് പറയുന്നത്. നമ്മളുണ്ടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നല്ല, നല്ല ടേസ്റ്റ് കിടിലൻ ടേസ്റ്റ് ആണ്. അതിന്റെ അകം നോക്കി നല്ല ജ്യൂസി യമ്മി ആയിട്ട് വന്നേക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സോഫ്റ്റ്. ഓവനകത്ത് വെച്ച് ഉണ്ടാക്കിയെന്നുള്ളത് കഴിഞ്ഞ കാരണം ഉടഞ്ഞു വരുന്നുണ്ടോ സാധനം കറക്റ്റ് അതിന്റെ ഫ്ലേവർ. പിന്നെ നമ്മൾ പറയുമ്പോൾ കറക്റ്റായിട്ട് പറയാം. നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കാൻ നിങ്ങൾ പേടിക്കുന്നുണ്ട്, അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെയൊന്നും വരും. പക്ഷെ അത് സീനൊന്നും ഇല്ല, നമുക്ക് അത്യാവശ്യം അത് സോഫ്റ്റ് തന്നെയാണ്, കഴിക്കാനൊക്കെ പറ്റും. മുഖ്യം പ്ലം കേക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സാധനം ഡെഫിനറ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട്. ഞങ്ങൾ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 6 മാസം മുന്നേ ഉണ്ടാക്കി വെച്ചാണ്. അപ്പൊ ക്രിസ്മസ് വന്നതുകൊണ്ട് നമ്മൾ വൈനും കേൾക്കും എല്ലാം കൂടെ കൂടി കഴിച്ച് സെറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോസിൽ ഇനിയിപ്പം കൂടുതൽ കുക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കാം. ചെറുതായിട്ട് നമ്മളൊന്ന് ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് വൈനൊക്കെ വെച്ച് നമ്മൾ കഴിക്കാൻ പോകുന്നു. ഈ ഒരു പീസ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല, കാരണം അതിനകത്ത് നല്ല ആ ഒരു നമ്മൾ ഡേറ്റ്സ് ഈന്തപ്പഴമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ. അപ്പൊ ഈ പ്ലം കേക്ക് ഒക്കെ കഴിക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ രീതിക്ക് അല്ലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ കഴിക്കാൻ. സോ അതേ വൈൻ വെച്ചിട്ട് നമ്മൾ കിടലായിട്ട് നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി റെഡ് വൈൻ ഉണ്ട്. ഇത് മദ്യമല്ല, ഇത് റെഡ് വൈൻ ആണ്. നല്ല മുന്തിരി നല്ല സൂപ്പർ ആക്കി എടുത്ത വൈനാണ്. മദ്യത്തിന്റെ കുപ്പിയാണ് പക്ഷെ ബ്രാൻഡിങ് ആണെങ്കിൽ ബ്രാൻഡിങ് കാണിച്ചുകൂടാ. നമ്മൾ 6 മാസം മുന്നേ ഉണ്ടാക്കി വെച്ച വൈനായിരുന്നു. കിഡിലും സ്മെല്ലും അതുപോലെ തന്നെ കളറ് ഉണ്ടാവും. കളറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാവും. ഈ മുന്തിരി വൈനകത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ പഞ്ചസാരയൊക്കെ ഉരുക്കി ചേർത്ത്. നമ്മൾ പഞ്ചസാര ഉരുക്കി ചേർത്തിട്ടില്ല, നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ്. പക്ഷെ അപ്പൊ നമുക്ക് നമ്മുടെ കേക്കും
ജ്യൂസി ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് കേക്കിനേക്കാളും കൂടുതൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മറ്റേ സംഭവം അതിന്റെ അതാണ് നമ്മുടെ ഡേറ്റ്സ്, നമ്മളെ പ്ലം കേക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്ലം കേക്ക് ഇങ്ങനെ ഒരു കടിയും കടിച്ചിട്ട് നമ്മുടെ വൈൻ ഭയങ്കരമായ രണ്ടിനും കൂടെ എഫക്ട് നമുക്ക് എടുത്തത് എഫക്ട് അടിപൊളി സാധനമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഡെഫിനറ്റ് ആയിട്ടും പ്ലം കേക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നാളെ ക്രിസ്മസ് ആണ്, ടൈം ഉണ്ട്, ഇന്നുണ്ടാക്കിയാലും മതി. വൈനിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതിന്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ മുന്തിരി വൈൻ അല്ലെങ്കിൽ എന്ത് വൈനാണ് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വൈൻ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും DM ചെയ്ത് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വേറെ കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിക്കാൻ നമ്മൾ കരുതുന്നു. വിഷ് യു മെരി 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 ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.